ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പ്രഗ്നൻസി വ്ളോഗായിട്ടാണ്. പ്രഗ്നൻസി വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ എഴുന്നേറ്റ് നേരെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി ഡാഡി, എൻ്റെ അമ്മയും അച്ഛൻ തുമ്പറത്ത് ഇങ്ങനെ ഇരുന്ന് ചായ കുടിച്ച് എന്താ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ അവരെന്നെ വെയിറ്റ് ചെയ്യുകയാണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡോക്ടർ എക്സസൈസും ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴാണ് നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് ഞാനൊരു 6:30 എണീക്കും. എന്നിട്ടൊക്കെ ഒന്ന് സെറ്റായി റെഡിയായി ഒക്കെ പുറത്തേക്ക് വരുമ്പോഴേക്ക് ഇവർ നേരത്തെ എന്നെക്കാളും വളരെ നേരത്തെ എണീക്കുന്ന ടീംസാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ നടക്കാൻ പോവുകയാണ് ഗൈസ്. പറങ്കി മാങ്ങ കണ്ട് കൊതിക്കുന്ന ഷീച്ച. അമ്മേടെ പിന്നാലെയാ വന്ന്. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞു, റൂമിലെത്തി. കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടക്കാൻ പോകുന്നതിനെക്കാട്ടി മുന്നേ വെള്ളമൊന്നും കുടിച്ചില്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് നടത്തം കൊള്ളാവുന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുന്നേ വെള്ളം കുടിക്കാൻ നിന്നില്ല. പിന്നെ വന്നതിന് ശേഷം ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ വാൾനട്ടാണ് കേട്ടോ. വാൾനട്ട് ഒരു 2-3 എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ടൈമിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന് പറയും. അപ്പം എനിക്ക് വാൾനട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല, പിന്നെ കഴിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം കഴിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൻ്റെ പുറത്തോട്ട് വന്നപ്പോഴേക്കും അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വിളക്ക് കൊളുത്തുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് അനിയൻ വിളിക്കുന്നു ഗൾഫിൽ നിന്ന്. അപ്പോൾ അമ്മയും കണ്ണനും കൂടിയും കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക ഒക്കെയാണ്. അപ്പോഴേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നടന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിക്കാമെന്ന്. ഇപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ 9ാം മാസത്തിലാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അമ്മയും അച്ഛനും ഗൾഫിലും ആയിരുന്നു. അപ്പോൾ എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് വീട്ടിലൊരാളെ, ഒരു ചേച്ചീനെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പുട്ടും സ്റ്റ്യൂ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. എനിക്ക് എന്തിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്ന പറഞ്ഞ പോലത്തെ റൈറ്റാണ് പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോ കോൾ വിത്ത് ബ്രദർ. അപ്പോൾ ഞാൻ കഴിക്കാതിരുന്നപ്പോൾ തന്നെ ഏട്ടനും അച്ഛനും എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ രാവിലെ തന്നെ TV ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും കൂടി ഇരുന്ന ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെയ്തു കേട്ടോ. അതിന് കംപ്ലീറ്റ് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, കുളിക്കേണ്ട സമയമായി. കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തേച്ചിട്ടൊക്കെയാണ് കുളിക്കുക. നമ്മൾ ഈ സ്ട്രെച്ച് മാർക്കൊക്കെ ഉണ്ട്. ബട്ടെങ്കിലും നമ്മൾ എന്താ പറയുക, എണ്ണ തേച്ചിട്ടൊക്കെയാണല്ലോ 7, 8, 9 മാസങ്ങളിലൊക്കെ കുളിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഈ കാണുന്നത് എൻ്റെ ഷെൽഫിൽ എൻ്റെ എണ്ണകളും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും താഴെ ഇരിക്കുന്നില്ല, അതൊക്കെയാണ് എൻ്റെ മുഖത്ത് തേക്കാൻ ഒരെണ്ണ, തലയിൽ തേക്കാൻ വേറെ, പിന്നെ വയറ്റിലും പിന്നെ നമ്മുടെ ശരീരത്തൊക്കെ തേക്കാനുള്ള എണ്ണകളൊക്കെ ഞാൻ ജസ്റ്റ് പേരൊന്നും കാണിക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയുർവേദ മെഡിസിൻസാണ്. പിന്നെ അവിടെ തന്നെ ഞാൻ എന്താ പറയുക, അത് ഒഴിക്കാനുള്ള പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. ഓരോ എണ്ണയ്ക്ക് ഡിഫറെൻറ്റ് പാത്രങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡയറി, ഞാൻ ഈ എണ്ണ തേച്ച് നമ്മൾ കുറച്ച് ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറി എഴുതലാണ്. അവിടെ എന്തെങ്കിലും വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കൽ കാര്യങ്ങളൊക്കെ ആ ടൈമിലായിരിക്കും. ഒരു 1/2 മണിക്കൂറോളൊക്കെ ഞാനിരിക്കും ഓരോ ദിവസം. എന്നൊന്നും എണ്ണ തേച്ച് കുളിക്കില്ല കേട്ടോ ഞാൻ, അതിനെനിക്ക് മടിയാണ്. എന്നൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ 1.5 എണ്ണ തേച്ച് കുളിക്കുക. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് രാസ്നാദിപ്പൊടി തലയിൽ തിരുമ്മി. പിന്നെ അമ്മ വിളക്ക് കൊളുത്തിയോണ്ട് പിന്നെ എനിക്ക് കൊളുത്തേണ്ടി വന്നിട്ടില്ല. അപ്പം ഒന്ന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 11, 11:30 ആ ടൈം ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 12 മണി ആ ടൈമിലൊക്കെ ഞാൻ രാഗി കാച്ചിയതോ അല്ലെങ്കിൽ മോരും വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. ഇടയ്ക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക ടൈം ആകുമ്പോൾ. പിന്നെ ഭക്ഷണത്തിന് മുന്നേ ഒരു നെയ്യും കഴിക്കാനുണ്ട് എനിക്ക്. പേര് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. പിന്നെ അപ്പോഴേക്കും പിന്നെ ഉച്ചത്തെ വീഡിയോ ചെയ്തത്. പിന്നെ ഇടയ്ക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അയിലക്കറിയും എരുന്ത് കറിയാണ് കേട്ടോ അത്. പിന്നെ കൊത്തമരൻ്റെ ഉപ്പേരിയും ചോറും, ഇതൊക്കെയാണ് ഉച്ചത്തെ ലഞ്ചിന് കഴിക്കാനായിട്ടുള്ളത് കേട്ടോ.
ഇത് അമ്മേൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇരുന്ന് കറി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും അച്ഛനും പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യം പോയിട്ടുണ്ട്. പിന്നെ അവർ പോയി വന്നതിന് ശേഷം എനിക്ക് ഡോക്ടറെ അടുത്തും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതും ഞാനും ഏട്ടനും കൂടിയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ആദ്യം പല്ല് ഡോക്ടറെ അടുത്താണ് പോയത്. അപ്പോൾ അവിടെ പോയി സെറ്റാക്കി അതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദിവസം ഇത്രയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് ചെയ്യാൻ മാത്രം. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ പോകുന്നത്, എന്താ പറയുക, ഞങ്ങളുടേതായ ആവശ്യത്തിനായിട്ട്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്